നമസ്കാരം. സ്വന്തം പാർട്ടിയിലെ അംഗങ്ങളാണ് ബി ജെ പിക്ക് ഇപ്പോൾ വൻ പാരയായി മാറിയിരിക്കുന്നത്. മുൻ അംഗങ്ങളൊക്കെ ഓരോ വെളിപ്പെടുത്തലുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ പാർട്ടിയിൽ ചേർന്നവർ, ചേരാതെ വിട്ടുനിൽക്കുന്നവർ എല്ലാവരും രണ്ടു വരി വെച്ചങ്ങ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തൽ എന്ന തരത്തിലാണ് വരുന്നത്. എല്ലാം ഒന്ന് ഒതുക്കി വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ മുട്ടനടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 6 ചാക്കിൽ 9 കോടി രൂപയുടെ കുഴൽപ്പണം എത്തിച്ചെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തമ്മിലടി രൂക്ഷമായിരിക്കുന്നത്. BJPക്ക് തൃശൂർ ജില്ലയിൽ 2300 ബൂത്തുകളാണുള്ളത്. ഇതിൽ തന്നെ പാർട്ടി സജീവമായിട്ടുള്ള ബൂത്തുകൾ ചുരുക്കമാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി പരമാവധി 10,000 രൂപയാണ് ഓരോ ബൂത്തിനും നൽകുന്നത്. ഇത് നൽകിയതിനു ശേഷം ബാക്കി വന്ന പണം എന്ത് ചെയ്തു എന്ന് നേതൃത്വം വ്യക്തമാക്കണം. ആരൊക്കെയാണ് ഇത് വീതം വെച്ചെടുത്തത്, എന്തിനൊക്കെ വേണ്ടിയാണ് ഈ പണം ഉപയോഗിച്ചത് തുടങ്ങി എല്ലാ കാര്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. ജില്ലാ പ്രസിഡന്റ് കാറിൽ 1.5 കോടി കടത്തിയതായും ജില്ലാ ട്രഷറർ സുജയസേനൻ, ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരി എന്നിവർക്ക് കള്ളപ്പണ ഇടപാടിൽ പങ്കുണ്ടെന്നും കുഴൽപ്പണം ഉപയോഗിച്ച നേതാക്കൾ വാഹനങ്ങളും ഭൂമിയും വാങ്ങിക്കൂട്ടിയതായും സതീഷ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ BJP നേതാക്കളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. 2021 ഏപ്രിൽ 3 പുലർച്ചെയാണ് BJP ഇറക്കിയ 3.5 കോടി രൂപയുടെ കുഴൽപ്പണം കൊടകരയിൽ കവർ ചെയ്യപ്പെട്ടത്. എല്ലാ പണവും വിതരണം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും 1.5 കോടി രൂപയാണ് പിന്നീട് ബാക്കി ഉണ്ടായിരുന്നതെന്ന് മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലുണ്ട്. ഇത് ഒരു മാസത്തിലധികം പാർട്ടി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പണം ഒരു ചാക്കിലും 2 ബിഗ് ഷോപ്പറിലുമായി പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കാറിൽ അവിടെ നിന്നും കൊണ്ടുപോയിരുന്നു. ശേഷം ഈ പണത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നുവെന്നാണ് സതീഷ് പറയുന്നത്. BJPയുടെ തൃശൂർ ജില്ലാ ഘടകത്തിൽ നടക്കുന്നത് കള്ളത്തരമാണ്. അടിയന്തരമായി ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയും ഈ കള്ളപ്പണ ഇടപാട് നടത്തിയ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നൊക്കെയാണ് BJPയുടെ വിശ്വസ്ത തന്നെ പറയുന്നത്. കള്ളപ്പണം ഉപയോഗിക്കുക എന്നത് രാജ്യദ്രോഹ കുറ്റമാണെന്നൊക്കെ എന്നിട്ട് അവരൊക്കെ തന്നെ അത് കേരളത്തിൽ നടത്തി കാണിക്കുന്നുണ്ടല്ലോ. സന്തോഷം. എന്തായാലും തിരൂർ സതീഷ് നടത്തിയ പുതിയ വെളിപ്പെടുത്തലിൽ BJP സംസ്ഥാന നേതാക്കൾക്കിടയിൽ വൻ ഭിന്നതയാണ്. വിഷയത്തിലെ പരസ്യ പ്രതികരണം സംബന്ധിച്ചാണ് BJP സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഭിന്നത. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ 1.5 കോടി രൂപ ചാക്കിൽ കെട്ടി കൊണ്ടുപോയെന്ന വെളിപ്പെടുത്തലിൽ അനീഷ് കുമാറിനെ അങ്ങനെ അങ്ങ് വെള്ള പൂശേണ്ടതില്ല എന്ന നിലപാടിലാണ് ഒരു വിഭാഗം. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ വിശ്വസ്തനായ അനീഷ് കുമാറിനെതിരെയുള്ള വെളിപ്പെടുത്തലിൽ പരസ്യ പ്രതികരണം നടത്തരുത് എന്നാണ് K സുരേന്ദ്രന്റെ പക്ഷത്തിന്റെ നിർദ്ദേശം.